ഇന്ന് എൻ്റെ കയ്യിൽ എന്ത് കറിയാണെന്നറിയോ ഉള്ളത്? ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നല്ല വെള്ളരിക്ക കറിയാണ് കേട്ടോ. അപ്പോൾ എന്നും കാണുന്ന രുചിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയിലുള്ള നല്ലൊരു വെള്ളരിക്ക കറിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഞാൻ എടുത്തത് വെള്ളരിക്ക കേട്ടോ. കണി വെള്ളരിയാണിത്. ഇന്നലെ കണി വെച്ചതാണ്, ഇന്നലെ വിഷുവായിരുന്നല്ലോ. അതെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് ചെത്തി മുറിച്ച് എടുക്കാം കേട്ടോ. ആദ്യം തന്നെ എൻ്റെ അരിയൊന്നും വേണ്ട, അരി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഞാൻ ഈ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയും ഉള്ളി, 1 കപ്പ് ഉള്ളി വേണം. അത് എന്താ വെച്ചാൽ വറുത്തിടാൻ വേണം, അതുപോലെ തന്നെ കറിയിൽ ചേർക്കാനായിട്ട് വേണം, പിന്നെ അരപ്പ് റെഡിയാക്കുമ്പോൾ വേണം ഉള്ളി. അതുകൊണ്ടാട്ടോ അധികം ഉള്ളി, ചുവന്നുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി 4 എണ്ണം മതി. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വേണം കേട്ടോ. ഇഞ്ചി ഞാൻ എടുക്കാൻ മറന്നു. ഇവിടെ ഇരുന്നിട്ട് ചെത്താല വെച്ചിട്ട് ഇവിടെ വന്നിരുന്നതാണ് കേട്ടോ അങ്ങനെ. അപ്പം നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് നുറുക്കിയെടുക്കാം. പുട്ട് എവിടെയാ മുറെടുക്കാൻ പറയായിരുന്നു. മുറത്തിൽ ചെത്തിയിട്ടാ, അല്ലെങ്കിൽ ഇപ്പോൾ അതെല്ലാം കൂടി മിക്സ് ആവും. പിന്നെ അത് കുറച്ച് വലിയ പീസായിട്ട് തന്നെ നുറുക്കാം കേട്ടോ, അല്ലെങ്കിൽ അത് വേവുമ്പോൾ പിന്നെ അരപ്പൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും നല്ല ഉടഞ്ഞു പോവും, പെട്ടെന്ന് വേവൂലോ വെള്ളരി. അതുകൊണ്ട് ഇത്തിരി വലിയ പീസായിട്ട് തന്നെ കേട്ടോ ഞാൻ നുറുക്കിയെടുക്കണേ. സാധാരണ എല്ലായ്പ്പോഴും മുരിങ്ങയിലയും മുരിങ്ങയിലയല്ല, തെറ്റി മുരിങ്ങക്കായും മാങ്ങയും വെള്ളരിക്ക, ചക്കക്കുരു, അങ്ങനത്തെ ഒരു കോമ്പിനേഷനൊക്കെ അല്ലേ ഈ വെള്ളരിക്ക കറി വയ്ക്കുക. അല്ലെങ്കിൽ വെള്ളരിക്ക മോര് കറി വയ്ക്കും, അതൊക്കെ സാധാരണ വെക്കാറ്. ഇത് ഞാനിപ്പോൾ വേറൊരു ടൈപ്പായിട്ടാണ് വെക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ഇങ്ങനെ വെച്ചാൽ. കുട്ടിയോ ഒരു കഷ്ണം ഇഞ്ചി എടുത്തോളം തരുമോ അടുക്കളയിൽ നിന്ന്? അപ്പം നമുക്ക് ഇഞ്ചി എടുക്കാൻ അവനെ വിടാട്ടാ. അപ്പം അങ്ങനെ ഈ ഉള്ളിയും പൊളിച്ചെടുക്കുക. വെള്ളരിക്ക ഞാൻ നുറുക്കി വെച്ചു. ഇത് ഈ നുറുക്കിയെടുക്കേണ്ട താമസമല്ലോ കേട്ടോ, പെട്ടെന്ന് തന്നെ ആയിക്കോളും. പിന്നെ കറി അത്രയൊന്നും വേണ്ടടാ, ഒരു കുഞ്ഞി പൊട്ട് മതി. ഞാൻ എടുത്തോളാം. ഇത്രയും വേണ്ട, ഇതും വേണ്ട, അതിൻ്റെ ഒരു കുഞ്ഞി കഷ്ണം മതിയിട്ടാ. അപ്പം ഇതേ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പിലയും പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളീനെ ഞാനൊരു 3 പാർട്ടാക്കിയിട്ട് വെക്കുകയാണ്. ഇതേ ഇത്രയും വറുത്തിടാനായിട്ടും പിന്നെ ഇത് അരപ്പിരിക്കുമായിട്ടും പിന്നെ ഒരു 3/4 ഭാഗം അങ്ങനെ കറിയിൽ ചേർക്കാൻ ചതയ്ക്കാം കേട്ടോ. ഇത്രയും ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഇഞ്ചി ചതച്ചെടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചെടുക്കാം. അപ്പം ദേ വെളുത്തുള്ളി, ഇഞ്ചിയും ഇതല്ലാത്ത ബാക്കിയുള്ള ചുവന്നുള്ളി മുഴുവൻ ഞാൻ ചതച്ചെടുത്തിട്ടോ. ഈ ചുവന്നുള്ളിയാണ് ഇതിൻ്റെ കറിയുടെ ടേസ്റ്റിൻ്റെ മുഖ്യ സാധനം കേട്ടോ. അപ്പം ഇത് ചുവന്നുള്ളിയുടെ അളവ് കുറയ്ക്കണ്ട. അപ്പം നമുക്കിത് വരി എടുത്ത് വയ്ക്കാം. അപ്പോൾ അതേ ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചതച്ചതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് മൂക്കുമ്പോഴേക്കും നമുക്കൊരു കാര്യം കൂടി ചെയ്യാണ്ടുണ്ടാവും. കുറച്ച് വെള്ളം നമുക്ക് അപ്പുറത്തെ സ്റ്റൗവിൽ തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. കറിക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം നമ്മൾ തിളച്ച വെള്ളമാണ് അതിൽ ഒഴിച്ചു കൊടുക്കുക. അതുകൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഇത് അപ്പോഴേക്ക് മൂക്കട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് നടുവ് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വഴന്ന് വരുമ്പോൾ 2 ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയത് കേട്ടോ, അതിട്ട് കൊടുക്കുക. വലിയ തക്കാളി ആണെങ്കിൽ 1 എണ്ണം മതി. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് നന്നായി വഴന്ന് വന്നപ്പോൾ അതിൽ മസാലകൾ ചേർക്കണം നേരമായി. അപ്പോൾ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു കേട്ടോ. ഈ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് 3/4 ടേബിൾ സ്പൂൺ ചേർത്തത് കേട്ടോ, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അത് നന്നായി ഇളക്കി നല്ല പച്ചമണം മാറണ വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടികൾ കരിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഈ സമയം മുഴുവനും.
അപ്പോൾ ദാ ഇത് നന്നായി മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച വെള്ളരിക്കല്ലേ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് മസാലകളൊക്കെ വെള്ളരിക്കയുടെ മേലിലൊക്കെ പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച ചൂടുവെള്ളമല്ലേ അത് ഒഴിച്ചു കൊടുക്കാം. അത് കറിക്ക് എത്ര ചാറ് വേണം എന്ന് വെച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വല്ലാണ്ട് ചാറ് പോലെ വേണ്ട ഈ കറി, ഒരുവിധം കുറുകിയിരിക്കുന്ന രീതിയിലാവണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഞാൻ. ഇതുവരെ നമ്മൾ കറിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നമുക്കിത് വേവാനായിട്ട് വെക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് 1/4 മുറി നാളികേരം എടുത്തു. അതിലേക്ക് കുറച്ച് ജീരകവും ഒരു വെളുത്തുള്ളി, ഒരേ ഒരു വെളുത്തുള്ളി മതി കേട്ടോ, ഒരു വെളുത്തുള്ളി, അതുപോലെ നേരത്തെ മാറ്റി വെച്ചാൽ കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തു. നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടണം കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ വെള്ളരിക്കറി ഇവിടെ നിന്ന് തിളച്ച് വെള്ളരിക്ക വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം വെള്ളം ചേർക്കാതെയാണ് ഈ അരപ്പ് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട്, നേരത്തെ തിളപ്പിച്ചാൽ ചൂടുവെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് കഴുകിയിട്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ഇത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി കേട്ടോ. ഇത് ചെറുതായി തള വരുമ്പോൾ തന്നെ ഒരു 1 മിനിറ്റൊക്കെ വെച്ചാൽ മതി അടുപ്പിൽ. ചെറുതായി തള വരുമ്പോൾ തന്നെ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള ചട്ടിയിലാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടിയിൽ ഇരുന്നാലും അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ചാലും ചട്ടിയിൽ ഇരുന്നിട്ട് ഇത് തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമുക്കിത് വറുത്തിടാനുള്ള കാര്യങ്ങൾ നോക്കാം. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആദ്യം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ബാക്കിയുള്ള എല്ലാ ചുവന്നുള്ളിയും, ഒരു 4-5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകുമാണ് കേട്ടോ. ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ. നല്ല മണത്തിന് വേണ്ടിയാണ് കറിവേപ്പില ചേർക്കുന്നത്. പിന്നെ ഒരു 3 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കരിയാതെ ഇളക്കി കൊടുത്തിട്ട് ഉള്ളി നല്ല ചുവന്ന നിറാവില്ലേ മൂത്ത് വരുമ്പോൾ ആ ഒരു മൂപ്പിൻ്റെ പാകത്തിന് എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെ ഒരു മൂപ്പാവണം ഉള്ളി. ഈ സമയത്ത് കറിക്ക് എരിവ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഈ ഉള്ളിയോടൊപ്പം ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറി നല്ല പാകത്തിന് എരിവുള്ളതുകൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനത് കറിയിലേക്ക് ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചു കേട്ടോ. അത് ചേർത്ത വഴിക്ക് തന്നെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ആ മണക്ക് അതിൽ പിടിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരം അത് അടച്ച് വെക്കാം. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ട് അത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായ രുചിയിലുള്ള വെള്ളരിക്ക കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ.